ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മുടെ കമന്റ് ബോക്സ് കാലിയാണേലും പേഴ്സണലായി എനിക്കൊരു മെസ്സേജ് വന്നു, ചേച്ചി ഒരു വോയിസ് ഓവർ വീഡിയോ ചെയ്യുമെന്ന്. കൊച്ചുങ്ങൾ എന്തേലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെ സാധിപ്പിച്ചു കൊടുക്കണം എന്നല്ലേ. അപ്പൊ അങ്ങനെയാവട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അല്ലേലും 2 വർത്തമാനം പറയാനിരിക്കായിരുന്നു ഞാനും. എന്താന്ന് വെച്ചാലേ, രാവിലെ 4 മണിക്ക് എണീറ്റ് ഒരുവിധ അടുക്കള ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞു കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ളതൊക്കെ റെഡിയാക്കി 5:30 ജിമ്മിൽ പോകുന്നത് ഞാൻ തന്നെയാണോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം രാവിലത്തെ ഉറക്കത്തെ അത്രമേൽ ആസ്വദിച്ചിരുന്ന ഞാൻ എങ്ങനെ ഇങ്ങനെയേ. എന്നെ ആരും നിർബന്ധിച്ച് ജിമ്മിൽ പറഞ്ഞയക്കുന്നുവെന്നല്ല, ഇത് ഞാൻ സ്വയമായിട്ട് ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ്. ചിലപ്പോൾ അതുകൊണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാവും. എന്തായാലും ഒന്നു ചീഞ്ഞാലല്ലേ മറ്റൊന്നിന് വളാവുള്ളൂ. അപ്പൊ ഉറക്കത്തേക്കാൾ പ്രാധാന്യം ഇതിനാണല്ലോ. പക്ഷെ ഞായറാഴ്ചകൾ ഞാൻ നന്നായി ഉറങ്ങും. എന്നും ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുന്ന ആളുകൾക്ക് ഇത് അത്ര വലിയ കാര്യമൊന്നല്ല. പക്ഷേ എനിക്കിത് വലിയ സംഭവം. എന്താന്ന് വെച്ചാലേ, എന്റെ അമ്മ വരെ പറഞ്ഞു എനിക്കിതൊന്നും പറ്റൂലെന്ന്. നമ്മൾക്കൊക്കെ എല്ലാത്തിനും ഓരോ എക്സ്ക്യൂസ് പറയാനുണ്ട്. ഞാനും അങ്ങനെ തന്നെയാ. നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ഒരു 100 എക്സ്ക്യൂസ് ഉണ്ടാവും. എന്നാൽ ഇഷ്ടത്തോടെ ചെയ്യുന്നതാണെങ്കിലോ ഏത് പ്രതിസന്ധിയും നേരിടും. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന ഏത് കാര്യമായാലും നമ്മൾക്ക് ചുറ്റുമുള്ളവരുടെ സപ്പോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. എനിക്കിവിടെ എൻ്റെ കുട്ടികളും അമ്മയും ഹസ്ബൻഡും തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ ജിമ്മിൽ പോകാനും വർക്കൗട്ട് ചെയ്യാനും ഒക്കെ പറ്റുന്നത്. ഓ പിന്നെ ഒന്ന് ജിമ്മിൽ പോകാനാണ് ഇത്ര വലിയ സപ്പോർട്ടും സഹകരണമൊക്കെ വേണ്ടതെന്ന് തോന്നുന്നവരോടാണേ വേണം, അത് ആവശ്യമാണ്. അതൊരു സാധാരണ വീട്ടമ്മമാർക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ജിമ്മ് കഴിഞ്ഞ് വന്നാൽ വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണല്ലേ എന്ന് ചോദിച്ചാൽ അല്ല, എനിക്ക് മറ്റൊരു ഉത്തരവാദിത്വം കൂടി ഉണ്ട്. എല്ലാവരും പോലെ തന്നെ ജിമ്മ് കഴിഞ്ഞ് വന്ന് വീട്ടിൽ അല്ലറ ചില്ലറ പണികളും സ്കൂളിൽ പോകാൻ റെഡിയാക്കലും വീട് ക്ലീൻ ചെയ്യലും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ക്ലീനിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അടുക്കളയിലെ ജോലി എത്ര വേഗം വേണമെങ്കിലും തീർക്കാൻ പറ്റും. പക്ഷെ ക്ലീനിങ് എന്താണാവോ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് എന്റെ കുഴപ്പം കൊണ്ടാണോ അതോ ഒരുവിധം എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ പിന്നെ അമ്മ കൂടെ ഉള്ളതുകൊണ്ട് കുറെ ഓട്ടപ്പാച്ചിൽ കുറഞ്ഞു കിട്ടി. അതുമാത്രല്ല, കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവരുടെ കൂട്ടിന് ഒരാളുണ്ട്. എന്താന്ന് വെച്ചാല്, പണ്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പ് ഉണ്ടെന്ന്. അപ്പൊ വൈകുന്നേരം 5:30 വരെ ആയി ഞാൻ അവിടെ തന്നെ ആയിരിക്കും. അപ്പൊ 2ാമത്തെ ആള് സ്കൂൾ വിട്ട് വന്നാൽ ഞാൻ ആറ് ഷോപ്പിലാണ് അവൻ ഇറക്കാറ്. പക്ഷെ അത് അവന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ അവൻ ഹാപ്പിയാണ്, കാരണം വീട്ടിൽ പോയിട്ട് കളിക്കാം. ജിമ്മിലും വീട്ടിലും അംഗമായിട്ട് കഴിഞ്ഞാൽ അടുത്ത എന്റെ ഉത്തരവാദിത്തം പറയുന്നത് ഈ ഷോപ്പാണ്. സംഗതി ചെറിയൊരു ഷോപ്പാണെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന റിസ്ക് ഏറ്റവും വലുതാണ്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും അവരവരുടെ ലൈഫിൽ നല്ല പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.